മനഃശാസ്ത്രമെന്ന് പറയുമ്പോൾ മിക്കവരുടെയും മനസ്സിൽ വരുന്ന ഒരു പേരാണ് ഫ്രോയിഡ്. പിന്നെ അബോധ മനസ്സ്. ഇതിനെപ്പറ്റി പല തെറ്റിദ്ധാരണകൾ പലർക്കുമുണ്ട്. മനസ്സിന് പല തട്ടുകളുണ്ടെന്നും തലച്ചോറിൽ തന്നെ പല ഡിവിഷൻസ്, പാർട്ടീഷൻസ് ഉണ്ടെന്നും ഒക്കെ തെറ്റിദ്ധാരണകളുണ്ട്. യഥാർത്ഥത്തിൽ മനസ്സ് എന്നൊരു സാധനം ഉണ്ടെന്നും മനസ്സിന് പല തട്ടുകളുണ്ടെന്നോ ഫ്രോയിഡ് പറഞ്ഞിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സാങ്കല്പിക ഡിവിഷനെ പറ്റി പറയുന്നതേ ഉള്ളൂ. അതായത് മനസ്സ് പ്രവർത്തിക്കുന്ന രീതി അനുസരിച്ചാണ് ബോധ മനസ്സ്, അബോധ മനസ്സ് എന്നിങ്ങനെ വേർതിരിച്ച് പറയുന്നത്. ഇത് കൂടുതൽ മനസ്സിലാക്കാൻ ഒരു ഡയഗ്രാം ഉപയോഗിക്കാം. ഫ്രോയിഡ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ബോധമനസ്സെന്ന് പറയുന്നത് കടലിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു വലിയ മഞ്ഞുകട്ടയുടെ മുകൾ ഭാഗം പോലെയാണ്. അതായത് ഈ കടലിലെ മഞ്ഞുകട്ട ഒഴുകി നടക്കുമ്പോൾ ഒരു ചെറിയ ഭാഗം മാത്രമേ മുകളിൽ കാണുകയുള്ളൂ. കൂടുതൽ ഭാഗവും ജലനിരപ്പിന് താഴെയായിരിക്കും. നമ്മൾ ഒരു പടം വരയ്ക്കുകയാണെങ്കിൽ ഇത് ബോധമനസ്സെന്ന് വിചാരിക്കുക. കടലിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു മഞ്ഞുകട്ടയുടെ മുകൾ ഭാഗം, ഇതിനെ നമുക്ക് ബോധമനസ്സിനോട് ഉപമിക്കാം. അതിൻ്റെ തൊട്ട് താഴെ കാണിച്ചിരിക്കുന്ന ഭാഗത്തിന് പ്രീ കോൺഷ്യസ് എന്നാണ് ഫ്രോയിഡ് പേര് കൊടുത്തിരിക്കുന്നത്. പ്രീ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിൽ ഇല്ലാത്ത കാര്യങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഓർത്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾ ഇന്ന് രാവിലെ എന്താണ് ഭക്ഷണം കഴിച്ചത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആലോചിച്ച് ഇഡ്ഡലി കഴിച്ചു അല്ലെങ്കിൽ ദോശ കഴിച്ചു എന്ന് പറയും. പിന്നെ കഴിഞ്ഞ വർഷം ഈ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ കുറച്ച് സമയം ആലോചിച്ച് നിങ്ങൾക്ക് ഓർത്തെടുക്കാം. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കിട്ടാത്തതും പക്ഷേ ഓർത്തെടുക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള അനുഭവങ്ങൾ, അത് ഇൻഫർമേഷനാകാം, വികാരങ്ങളാകാം, എന്തുമാകാം, അതെല്ലാം കൂടെ ചേർന്നാണ് പ്രീ കോൺഷ്യസ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അടിയിൽ നമ്മൾ ഡയഗ്രാമാറ്റിക്കായിട്ട് കാണിക്കുന്നതാണ് അബോധ മനസ്സ്. അബോധ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ ബോധപൂർവം ശ്രമിച്ചാലും കിട്ടാത്ത കാര്യങ്ങളാണ് അബോധ മനസ്സിൻ്റെ കണ്ടൻസ്. അത് വളരെ പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ബോധ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ശ്രമിച്ചാൽ പെട്ടെന്ന് കിട്ടാത്തതിൻ്റെ കാരണം ഈ അബോധ മനസ്സിലെ ഘടകങ്ങൾ നമ്മൾ റിപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് അത് ബോധ മനസ്സിൽ വരുന്നത് വളരെ അൺപ്ലസൻ്റാണ്. അത് നമുക്ക് തന്നെ പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മളതിനെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഫ്രീ അസോസിയേഷൻ എന്ന് പറയുന്ന മെത്തേഡിലൂടെ, അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ, അല്ലെങ്കിൽ ഫ്രീ റൈറ്റിങ്ങിൽ കൂടെ, ഓട്ടോ റൈറ്റിങ്ങിൽ കൂടെ മാത്രമേ ഈ അബോധ മനസ്സിലെ കാര്യങ്ങൾ ബോധ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അബോധ മനസ്സിലെ കാര്യങ്ങൾ നമ്മളുടെ ബോധ മനസ്സിലില്ലെങ്കിലും ഇത് നമ്മളെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ടെൻഷൻ ഉണ്ടാക്കും,
നമുക്ക് ആങ്സൈറ്റി അല്ലെങ്കിൽ ആധിയം ഉണ്ടാക്കും, നമുക്ക് ഡിപ്രഷൻ ഉണ്ടാക്കും. ഇത് നമ്മളുടെ സാധാരണ ദൈനംദിന ജീവിതത്തെ തന്നെ വളരെ സങ്കീർണമാക്കി മാറ്റി. അപ്പോഴാണ് നമ്മൾ ഒരു മനഃശാസ്ത്രജ്ഞനെ സമീപിക്കുന്നത്. അപ്പോൾ സൈക്കോ അനാലിസിസിലൂടെ ഈ അബോധ മനസ്സിലെ കാര്യങ്ങൾ ബോധ മനസ്സിൽ കൊണ്ടുവരിക, അതിൻ്റെ സ്വപ്നങ്ങൾ വിശകലനം ചെയ്യേണ്ടി വരും. വളരെ സമയമെടുത്ത് ഈ വ്യക്തിയെ കൊണ്ട് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയിച്ചുകൊണ്ടിരിക്കും. ഇതിൽ നിന്നാണ് അടിച്ചമർത്തപ്പെട്ട ഓർമ്മകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ബോധ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ഒരു വ്യക്തിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഈ അനാലിസിസിലൂടെ കണ്ടെത്താൻ കഴിയും. അപ്പോൾ വ്യക്തിക്ക് തന്നെ ഒരു ഉൾക്കാഴ്ച ഉണ്ടാകും. എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഈ അടിച്ചമർത്തപ്പെട്ട അനുഭവങ്ങളാണ്. അപ്പോൾ കൂടുതലും കുട്ടിക്കാലത്തുള്ള അനുഭവങ്ങളാണ് നമ്മൾ റിപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനെ ബോധമണ്ഡലത്തിൽ കൊണ്ടുവരികയും എന്തുകൊണ്ടാണ് ഈ അടിച്ചമർത്തപ്പെട്ട അനുഭവങ്ങൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ പ്രശ്നപരിഹാരമായി. ചുരുക്കത്തിൽ ബോധമനസ്സും അബോധ മനസ്സും തമ്മിലുള്ള ഈ സെപ്പറേഷൻ, ഈ വേർതിരിവ് ഇല്ലാതാക്കുന്നതാണ് വ്യക്തിത്വത്തിൻ്റെ വികാസം അല്ലെങ്കിൽ വളർച്ച. അപ്പോൾ നമ്മൾ തന്നെ നമ്മളുടെ അനുഭവങ്ങളെ അടിച്ചമർത്തുന്നത് കൊണ്ടാണ് ബോധമനസ്സെന്നും അബോധ മനസ്സെന്നും ഒരു വേർതിരിവ് ഉണ്ടാകുന്നത്. അതായത് ഈ വേർതിരിവ് നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നതാണ്. നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പ്രയാസമുള്ള വിചാരങ്ങളാണ് അബോധ മനസ്സിലേക്ക് നമ്മൾ അടിച്ചമർത്തുന്നത്. ഈ അടിച്ചമർത്തൽ അല്ലെങ്കിൽ റിപ്രഷൻ ബോധപൂർവം നമ്മൾ ചെയ്യുന്നതല്ല. ആ പ്രോസസ്സ് തന്നെയും നമ്മൾ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പ്രക്രിയയല്ല. നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെ സന്തുലിത നിലനിർത്താൻ വേണ്ടി നമ്മളുടെ മനസ്സ് തന്നെയാണ് ഈ ബോധമനസ്സ് അബോധ മനസ്സ് എന്നൊരു വേർതിരിവ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ അനാലിസിസിൻ്റെ ഉദ്ദേശം ഈ വേർതിരിവ് കഴിയുന്നതും ഇല്ലാതാക്കുക, ഈ അബോധ മനസ്സിലെ കാര്യങ്ങൾ ബോധമനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഫ്രോയിഡിൻ്റെ ശിഷ്യൻ ആയ യൂങ് ഫ്രോയിഡിൻ്റെ മനസ്സിൻ്റെ തലങ്ങളുടെ കൂടെ ഒരു തലം കൂടെ ആഡ് ചെയ്തു. അതായത് ബോധമനസ്സ് അബോധ മനസ്സ് പിന്നെ കളക്റ്റീവ് അൺകോൺഷ്യസ് അല്ലെങ്കിൽ സാമൂഹ്യ അബോധ മനസ്സ്. യൂങ്ങിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് നമ്മളുടെ പൂർവികരുടെ എല്ലാം അനുഭവങ്ങൾ നമ്മളുടെ കളക്റ്റീവ് അൺകോൺഷ്യസിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മളുടെ ദൈനംദിന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ അബോധ മനസ്സ് മാത്രമല്ല സാമൂഹ്യ അബോധ മനസ്സിൽ ഒരു പങ്ക് വഹിക്കുന്നു. നമ്മൾ കാണുന്ന സംഗതികളെല്ലാം മനസ്സിലാക്കുന്നതും
ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതുമെല്ലാം നമ്മളുടെ വ്യക്തിപരമായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, നമ്മളുടെ പൂർവികരുടെ അനുഭവങ്ങളിൽ കൂടെയാണ്. ഉദാഹരണമായിട്ട് ചുവപ്പ് കാണുമ്പോൾ നമുക്ക് ഭയമുണ്ടാകും, പച്ച കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുന്നു, അല്ലെങ്കിൽ ശാന്തി തോന്നുന്നു. ഇതിൻ്റെ കാരണം എത്രയോ തലമുറകളായിട്ട് നമ്മുടെ പൂർവികർ അപകടങ്ങളെ രക്തത്തിൻ്റെ നിറമായ ചുവപ്പുമായിട്ട് അസോഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പച്ച എന്ന് പറയുന്നത് വെള്ളവും ആഹാരവും ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പച്ച കാണുമ്പോൾ നമുക്ക് സ്വസ്ഥത അനുഭവപ്പെടുന്നു. പിന്നെ നമ്മളുടെ സ്വപ്നങ്ങളിലും പൂർവികരുടെ അനുഭവങ്ങൾ നമുക്ക് പ്രതിഫലിച്ച് കാണും. ഉദാഹരണമായിട്ട് പലരും ഉറക്കത്തിലേക്ക് പോകുമ്പോൾ താഴെ വീഴുന്നതായിട്ട് ഒരു സ്വപ്നം കാണാറുണ്ട്. അപ്പോൾ യൂങ് പറയുന്നത് പണ്ട് കുരങ്ങന്മാർ മരത്തിലിരുന്ന് ഉറങ്ങുമ്പോൾ പിടിവിട്ട് താഴോട്ട് വീഴുന്ന ഒരു അനുഭവം ഉണ്ടാകുമായിരുന്നു, അല്ലെങ്കിൽ ആ ഭയമുണ്ടാകുമായിരുന്നു. അതുകൊണ്ടാണ് ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ താഴോട്ട് വീഴുന്ന ഒരു സ്വപ്നം നമ്മൾ കാണുന്നത്. ചുരുക്കത്തിൽ നമ്മളുടെ അനുഭവങ്ങളും പ്രവൃത്തികളും നമ്മളുടെ കളക്റ്റീവ് അൺകോൺഷ്യസിലുള്ള ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു. ഇനി യൂങ്ങിന് ശേഷം വന്നിട്ടുള്ള മനഃശാസ്ത്രജ്ഞന്മാർ, പ്രത്യേകിച്ച് ഈ കോൺഷ്യസ്നെസ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മനഃശാസ്ത്രജ്ഞന്മാർ ഈ മനസ്സിൻ്റെ തലങ്ങളെ ഒരു പടി കൂടെ കടന്ന് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡയഗ്രാം ഈ തലകുത്തി ആണ് അവർ സാധാരണ പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ കോൺഷ്യസ്നെസ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ മനസ്സിൻ്റെ തലങ്ങളെ ഗ്രാഫിക്കായിട്ട് കാണിക്കുന്നത് ഈ രീതിയിലാണ്. നമ്മുടെ ബോധമനസ്സിവിടെ, പ്രീ കോൺഷ്യസ് ഇവിടെ, പേഴ്സണൽ അൺകോൺഷ്യസ് ഇവിടെ, കളക്റ്റീവ് അൺകോൺഷ്യസ് ഇവിടെ, അതിനപ്പുറത്ത് ഇൻഫിനിറ്റിയിലേക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു തലം. ഇതിന് ലിമിറ്റില്ല. അതായത് നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് പ്രപഞ്ച മനസ്സിൻ്റെ ഒരു എക്സ്പ്രഷനാണ്. ഈ പ്രപഞ്ച മനസ്സാണ് അതിലില്ലാത്ത ഒരു അബോധതലമായിട്ട് കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ മനസ്സിൻ്റെ കെട്ടുപാടുകളെല്ലാം എടുത്തു കളയുകയാണെങ്കിൽ നമ്മൾ പ്രപഞ്ച മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ESP വഴി നമുക്ക് ഈ പ്രപഞ്ചത്തിലുള്ള ഏത് കാര്യം വേണമെങ്കിലും അറിയാം, ആരുടെ അനുഭവങ്ങൾ വേണമെങ്കിലും നമ്മുടെ ബോധം മനസ്സിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇതാണ് ആധുനിക മനസ്സിൻ്റെ തലങ്ങളെ പറ്റിയുള്ള ഒരു സങ്കല്പം. ഇത് ഒരു മാത്തമാറ്റിക്കൽ സിമ്പലാണ്. ഇൻഫിനിറ്റിയുടെ ഒരു മാത്തമാറ്റിക്കൽ സിമ്പലാണ് ഇത് ഒരു ഡിസോഷിയേറ്റഡ് രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ മനസ്സും പ്രപഞ്ച മനസ്സും
അല്ലെങ്കിൽ നമ്മുടെ ബോധവും പ്രപഞ്ചബോധവും ഇത് ഈ ഒരു ഇൻഫിനിറ്റ് ലൂപ്പാണ്. പക്ഷേ സാധാരണഗതിയിൽ നമുക്ക് നമ്മുടെ മനസ്സ് മാത്രമേ അക്സസിബിളായിട്ടുള്ളൂ. ബാക്കിയുള്ളത് വേറൊരു സർക്കിളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ യുങ്ങിൻ്റെയും ബോധമനസ്സിൻ്റെ മനഃശാസ്ത്രത്തിൽ വർക്ക് ചെയ്യുന്ന മനഃശാസ്ത്രജ്ഞന്മാരുടെയും സങ്കല്പത്തിൽ ഈ മനസ്സിൻ്റെ പല തലങ്ങൾ തമ്മിലുള്ള അതിരുകൾ ഇല്ലാതാകുന്നതാണ് വ്യക്തിത്വ വികസനം. എത്രമാത്രം അതിരുകൾ ഇല്ലാതാകുന്നു അത്രമാത്രം വികസിതമാണ് നമ്മളുടെ വ്യക്തിത്വം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ്. അപ്പോൾ ഈ നമ്മുടെ മനസ്സും പ്രപഞ്ച മനസ്സും തമ്മിലുള്ള ഈ വേർതിരിവ്, ഈ ഡിസോസിയേഷൻ ഇല്ലാതാവുകയും നമ്മൾ ഒരു ഒറ്റ ബോധമണ്ഡലം, ഒറ്റ മനസ്സായി തീരുകയും ചെയ്യുന്നതാണ് പരമമായ വ്യക്തിത്വ വികാസം. ഈ ഒരു പ്രക്രിയ നടക്കുന്നത് നമ്മളുടെ ബോധമണ്ഡലം വികസിക്കുന്നത് വഴിയാണ്. നമ്മളുടെ മനസ്സിനെ പറ്റി നമ്മൾ കൂടുതൽ അവെയറാകുന്നത് വഴി ഈ ഡിവിഷൻ, ഈ വേർതിരിവ് ഇല്ലാതാകും. അതിനാണ് യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻഫിനിറ്റി നമുക്കൊരിക്കലും എത്താൻ നോക്കുന്ന ഒന്നല്ല. പക്ഷേ നമുക്ക് ശൂന്യതയിൽ എത്താൻ കഴിയും. ഈ പൂജ്യം എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലായിട്ട് തന്നെ നമുക്ക് എത്താൻ കഴിയുന്ന ഒരു നമ്പറാണ്. ഏത് നമ്പർ കുറച്ചുകൊണ്ട് വന്നാലും പൂജ്യത്തിലെത്തും. അത് നമ്മൾക്ക് മനസ്സിലാക്കാനും പ്രായോഗികമായിട്ട് എത്താനും കഴിയുന്ന ഒരു പോയിൻ്റാണ്. ഇൻഫിനിറ്റി ഒരിക്കലും നമുക്ക് എത്താൻ ഒക്കത്തില്ല. അപ്പോൾ പിന്നെ യൂണിഫിക്കേഷൻ എങ്ങനെ സാധിക്കും? അതിൻ്റെ ഉത്തരം ഈ ശൂന്യവും പൂർണ്ണവും ഒന്ന് തന്നെയാണ്. അതായത് പൂജ്യവും ഇൻഫിനിറ്റിയും വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ് പ്രായോഗികമായിട്ട്. അപ്പോൾ നമ്മളുടെ സെൽഫ് ഇമ്പോർട്ടൻസിനാണ് ഈഗോ എന്ന് പറയുന്നത്. അഹങ്കാരം, അഹന്ത. നമ്മളുടെ അഹങ്കാരം അല്ലെങ്കിൽ നമ്മളുടെ അഹന്ത ഇല്ലാതാകുമ്പോൾ നമ്മൾ പൂജ്യത്തിലെത്തുകയാണ്. പൂജ്യത്തിലെത്തിക്കഴിഞ്ഞാൽ ശൂന്യവും പൂർണ്ണവും ഒന്ന് തന്നെയാണ്. അതിൻ്റെ മാത്തമാറ്റിക്കൽ സിമ്പൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ അഹന്ത അല്ലെങ്കിൽ ഈഗോ, നമുക്ക് തന്നെ കൊടുക്കുന്ന ഇമ്പോർട്ടൻസാണ് ഈഗോ. അത് ഇല്ലാതാകുമ്പോൾ മനസ്സ് സ്വസ്ഥമാകുന്നു. അത് മനസ്സില്ലാതാകുന്നു, മനസ്സ് ശൂന്യതയിലേക്ക് എത്തുന്നു. അതുതന്നെയാണ് പൂർണ്ണത. അപ്പോൾ ഇതാണ് വ്യക്തിത്വ വികസനത്തിൻ്റെ ഒരു ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു രീതി.